Morning to you. Morning. Can I have a medium coffee, 2 milk? Of course. Yeah, that's everything. $2 to you. Thank you. Welcome. Hello. Hi, $2. $2? $2. Thank you. Thank you. നമ്മൾ രാവിലെ എമിൽ ബ്രോയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എമിൽ ബ്രോ അങ്ങോട്ട് സെറ്റായി തരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് നേരെ ആബട്സ്ഫോർഡിലോട്ട് പോകും. ആബട്സ്ഫോർഡിൽ കുറച്ച് ഫ്ലോറിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫുള്ള് ഇന്ന് ആ വർക്ക് മൊത്തം തീർക്കണം കഴിയും. എമിൽ ബ്രോ ഫ്ലോറിങ്, പെയിൻറ്റിങ്, അങ്ങനെ പല പരിപാടികളായിട്ട് വീട് ഇച്ചിരി മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. എമിൽ ബ്രോയുടെ ഒരു കട്ട ചങ്കും ഉണ്ട് കൂടെ. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ചങ്കാണ്. ആളെയും പരിചയപ്പെടുത്താം. അപ്പോൾ സെറ്റ് കഴിച്ചതാണ് നമ്മുടെ മുനീർക്കയുടെ ജീപ്പ്, ഓഫ് റോഡിങ് കിങ് എന്നൊക്കെ പറയുന്നത്. മുനീർക്ക ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഇത് എമിൽ ബ്രോ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ആബട്സ്ഫോർഡിൽ പോയി സാധനമൊക്കെ പിക്ക് ചെയ്യാൻ പോവാണ്. എമിൽ ബ്രോ ഓണല്ലടാ, കൺസ്ട്രക്ഷൻ്റെ പുലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമിൽ ബ്രോ ആണ്. കഴിച്ച് ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ലാമിനേറ്റ് ഒക്കെ എമിൽ ബ്രോ ഇട്ടതായിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട ലാമിനേറ്റ് തിരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അതേ ലാമിനേറ്റ് ഞങ്ങൾ ഇളക്കി വീണ്ടും ഇട്ടു. എന്ത് വടിവാള്! ഓ എമിൽ ബ്രോ ഇതൊക്കെ പറഞ്ഞാൽ ഇളകം കിട്ടും ഗൈസ്. എമിൽ ബ്രോ ഫുൾ അടിച്ച് കയറ്റിയേക്ക്. ഇതിനകത്ത് ബാസ്ക്കറ്റ് ഒന്നും ഇല്ല. അടാ ഇതിനകത്ത് ബാസ്ക്കറ്റ് ഒന്നും ഇല്ലെന്ന്. ഗൈസ് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പിക്കപ്പ് ഉണ്ട്. സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുക. എമിൽ ബ്രോ ഫുള്ള് സെറ്റ്. എടുക്കടാ, എന്താ പറ, അത്രയും തന്നാ നീ തിന്നുമല്ലോ. എടുക്ക. ആ പോട്ടെ, ബാക്കോട്ട്. ഒരു പണിയെടുക്കില്ലേ. ഇതിപ്പോൾ നിന്നെക്കാട്ടി ആവശ്യം എൻ്റെ ആണെന്ന് തോന്നുന്നു. മൊത്തം ലോഡ് ചെയ്ത് ഗൈസ്. ഇനിയും പേയ്മെൻറ്റ്. അവിടെ എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും ഗൈസ്. ഞങ്ങൾ സാധനങ്ങളെല്ലാം പിക്ക് ചെയ്ത് എമിൽ ബ്രോ ഫുള്ള് സെറ്റാണ് ഗൈസ്. ഫുള്ള് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. ഇതൊന്നൊരു കൺസ്ട്രക്ഷൻ വണ്ടിയായി. എന്തായാലും വണ്ടി കിട്ടില്ലായിരുന്നു. നല്ല ടാക്സി ഫീൽ ഉണ്ടല്ലോ ഇവിടെ. നല്ല ട്രാഫിക് ഉണ്ട്. പക്ഷേ എമിൽ ബ്രോയുടെ ഡ്രൈവിംഗ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ട്രാഫിക്കിനിടയിൽ കൂടെ പറത്തിക്കൊണ്ടാണ് കേസ് പോകുന്നത്. പിന്നെ വൈബ് പാട്ടുകൾ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സ്കിൽഡ് വർക്കർ ഉണ്ട് കേസ്, മുനീർക്ക് ഇതുവരെ എണ്ണീറ്റിട്ടില്ല. മുനീർക്ക് എണ്ണീറ്റ് കഴിഞ്ഞാൽ അവിടെ ഒരു കാപ്പി മസ്റ്റാണ്, മധുരം കൂട്ടിയൊരു ചായ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ് കേസ്. ഇന്ന് കൺസ്ട്രക്ഷൻ മൊത്തം സെറ്റ് ചെയ്യും. കണ്ടില്ലേ, ഫ്ലോറിംഗ് സെറ്റ് മൊത്തം നമ്മുടെ വണ്ടിക്കകത്തിരിപ്പുണ്ട്. വൈബ്. ഞങ്ങളോ മാപ്പ് മറ്റേ ഹോം ഡിപ്പോ ഓൺ മൈ വേ. വാവ്, എല്ലാം ഹൈടെക്. ഹോം ഡിപ്പോ തുറന്നിട്ടുണ്ടോ? ഹൈടെക് കണ്ടില്ലേ. നിങ്ങൾ വിചാരിക്കും എമിൽ ബ്രോയ്ക്ക് എന്താ പിന്നെ പൈസ കൊടുത്തെടുത്തതിനെ കൊണ്ട് നിർത്തിയൊക്കെ ചെയ്യിപ്പിച്ചാൽ പോരായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യത്തില്ല ഗൈസ്. കാരണം എമിൽ ബ്രോയുടെ പെറ്റതാളെ എമിൽ ബ്രോഡ് പറഞ്ഞു നിനക്ക് ഭ്രാന്താന്ന്. കൂട്ടുകാരി പറഞ്ഞു ഭ്രാന്താന്ന്. കെട്ടിയ പെണ്ണ് പറഞ്ഞു ഭ്രാന്താന്ന്. എന്തിന് 1.5 വയസ്സുള്ള കൊച്ചു വരെ എണീറ്റ് പറഞ്ഞു പപ്പായ്ക്ക് ഭ്രാന്താന്ന്. എന്നാലും എമിൽ ബ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എമിൽ ബ്രോ ഡെഡിക്കേഷൻ. ഗൈസ് ഞങ്ങളിപ്പോൾ വേറൊരു ഫ്ലോറിങ് പിക്കപ്പ് ചെയ്ത് നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ ലാമിനേറ്റ് അല്പം ഇത് തീർന്നു സംഗതികൾ. അപ്പോൾ കുറച്ചും കൂടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കട്ടയ്ക്ക്. എമിൽ ബ്രോ വേണ്ടി ഇവിടെ ഉണ്ട്. Bro, what's up? Still. ഇത് പലതരത്തിലുള്ള സാധനങ്ങളാണ് ഗൈസ്. പലതിനും പല വില, പല കളറ്, പല ഡിസൈൻ. ഇത് വലിയൊരു ഷോറൂം. എമിൽ ബ്രോ എവിടുന്നേലൊക്കെ കണ്ടുപിടിക്കും ഓരോന്ന് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന സാധനങ്ങൾ. കുറച്ച് കഴിയുമ്പോഴേ പണി വീഴത്തുള്ളൂ. ഇട്ട് വരുമ്പോൾ അറിയാം എന്തായി തീരുവ. And you know what? Yeah, we got the flooring from this guy. Come meet this guy here. What's your name, bro? Troy, how are you? Oh, good. So make sure you give my subscribers a good discount, eh? Oh, of course I will. Did you give him some King of discount? Floors. Yes. Did you give him some discount? Always at the King of Floors. Thanks, buddy. Yes, thank you. Cheers. ഗൈസ് നമ്മുടെ ബോക്സ് എല്ലാം സാധനമെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയും നേരെ ലോഡ് ചെയ്ത് നമ്മളിവിടെ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നു. പക്ഷേ ഇതിനകത്ത് ഇനി സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ. ഇതെന്താ പാടാ ഇത്? അന്നേരം പറഞ്ഞ ഒരു യു ഹോൾ എടുക്കാൻ കാശ് ലാഭിച്ചാണ് ഗൈസ്. സോറി, കാശ് ലാഭിച്ചെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ശരിയല്ലല്ലോ. He put me 4 boxes. It's a total of 64 square feet. Is that enough? One of the charges. എല്ലാം ലോഡ് ചെയ്ത് ഗൈസ്. ഇനി നമ്മൾ അടച്ച്. Charge you more and then Oh yeah, exactly. If you take a bulk,
വേറൊരു കടയിൽ ചെന്നപ്പോൾ എമിൽ ബ്രോയ്ക്ക് നല്ലൊരു പണി കിട്ടി കേസ്. അവന്മാർ എമിൽ ബ്രോയുടെ ഇരട്ടി കാശ് മേടിച്ചു. ഇതാണ് കേസ്. പോകുന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് നമ്മളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ചടങ്ങുകളൊന്നും ഉണ്ടാകത്തില്ല. ഇവനിപ്പോൾ മനസ്സിലായി. മതിയാണോ? പോകാനുള്ളത് പോയില്ലേ? കുഴപ്പമില്ല. താങ്ക്സ് ബ്രദർ. കേസ് ഞങ്ങൾ ഹോം ഡിപ്പോയിൽ വന്നതാണ്. ഹോം ഡിപ്പോയിൽ നിന്ന് ചില സംഗതികൾ കൂടെ വാങ്ങാണ്ട്. എമിൽ ബ്രോ ടൂൾസ് ആണോ എന്തോ വാങ്ങണ്ടേ ഹോം ഡിപ്പോയിൽ? എമിൽ ബ്രോയുടെ സ്കിൽസാണ് കേസ് കാണേണ്ടത്. അത് ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഒരാഴ്ച കൊണ്ട് തീരേണ്ട പണി ഇപ്പോൾ ഏകദേശം 2 മാസമായി. സെറ്റ്. നമ്മൾ ഹോം ഡിപ്പോയിലോട്ട് വന്ന് കേസ്. അടിപൊളി ഹോം ഡിപ്പോ. ഇവിടെ കേസ് നമ്മുടെ ഹാർഡ്വെയർ ലൈക്ക് ഇതുപോലെ വീട് പണിയുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ടൂൾസ് ഒക്കെ വാങ്ങുന്നെങ്കിൽ ഹോം ഡിപ്പോയിൽ വന്നാൽ മതി. ഒരു വീടായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. കേസ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും കേസ്. ഹൗസ് ഹോൾഡ്സ് ലൈക്ക് എന്താ പറയുന്നത്, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കണ്ടില്ലേ. ഫോസറ്റ്സ്, ട്രിംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം അപ്ലയൻസസ്. എമിൽ ബ്രോ എന്തി അവനെന്തി അതെ പോകുന്നുണ്ട് കേസ്. ഇതെല്ലാം ഡോഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡോഴ്സ് കേസ്. ടൂൾസ്. എമിൽ ബ്രോ ഇപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ വർക്കാണ് കേസ്. ഇതെല്ലാം ഫ്ലോറിങ്ങിൻ്റെ ഐറ്റംസാണ്. എമിൽ ബ്രോ ഹൈടെക് ആണ് കേസ്. ഹൈടെക്. ഞങ്ങളൊരു മെയിൻ വർക്കറുണ്ട് കേസ്, മുനീർക്ക സെറ്റായിട്ട് അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ മുനീർക്ക ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് എന്തൊക്കെ വാങ്ങണമെന്നുള്ളത്. അത് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഞങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എമിൽ ബ്രോയ്ക്ക് മൊത്തത്തിൽ വെച്ച് ടെൻഷനുണ്ട് കേസ്. കാരണം മുനീർക്ക അവിടെ എന്താക്കി തീർത്തെന്നൊരു പിടിയില്ല. അതവർ പ്രോപ്പറായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് തരും കേസ്. അവിടെ കൊടുത്താൽ മതി. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങണം. അതാണ് സെറ്റപ്പ്. ഓൾറെഡി കട്ട് ചെയ്തു. എത്രയുള്ളൂ പരിപാടി? സെറ്റ്. ഞാൻ എടുത്തോ. ഇത് വണ്ടിക്കകത്ത് കയറുമോ? അതൊന്നുകൂടെ പകുതിയാക്കണം. താങ്ക് യു സാർ. അതിൽ പകുതിയാക്കി തന്നാൽ യെസ്. അതുകൊണ്ട് എമിൽ ബ്രോ തന്നെ അത് എടുത്തോളൂ. അല്ല അതിൻ്റെ പകുതി ഞാൻ പിടിക്കണമായിരുന്നു. ഞാനിച്ചിരി ഹെവി ആയിട്ടുള്ള സ്റ്റഫാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഫൈനലി എമിൽ ബ്രോ കുറേ കാശ് പൊട്ടിയിട്ടുണ്ടല്ലോ അവിടെ. GST. Do we still pay GST? Yes. I thought they just took it off. Only When? basic. Well, actually, you didn't see the news? Only groceries. This is not. Well, we just. ഗൈസ് അതിനിടയ്ക്ക് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. ഇന്നലെ ജസ്റ്റിൻ ട്രൂഡോ GST HST ഒക്കെ എടുത്ത് കളഞ്ഞു ഗൈസ്. ഇനി ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. എന്തെന്നാടോ ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം. ഞാൻ വണ്ടി എടുത്തിട്ട്. ഞാൻ വ്ലോഗ് ചെയ്യാനാ വന്നത്. വണ്ടി എടുത്തിട്ട് മഴയത്ത് പോകണം. എടുത്തിട്ടോ. എന്ത് ചെയ്യാൻ. ഇപ്പോൾ വേണ്ട ഇത് മൊത്തം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ലാമിനേറ്റ്. കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അതെ ഫുള്ള് ഇളക്കി ഇങ്ങനെ പോരുന്നുണ്ട്. ഇത് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഇളക്കി. ഗൈസ് ഇതാണ് മുനീർക്ക. മുനീർക്ക വന്നൊരു ഹായ് പറഞ്ഞത് നമ്മുടെ വ്ലോഗിൽ. മുനീർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൽഡ് ലേബർ എന്നൊന്നും പറയാനൊക്കത്തില്ല. മുനീർക്ക എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. ഓഫ് റോഡിങ്ങിൽ ഒരു അവസാന വാക്ക്. അതാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. ഞാൻ പിന്നെ സൗകര്യം പോലെ വ്ലോഗ് ചെയ്യാം. ഇപ്പൊ ഇവര് ഈ പണി നടക്കട്ടെ. മുനീർക്ക എനിക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നു. ഞാൻ മുനീർക്കയുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. പണിയെടുപ്പിച്ച് നിന്റെ മുതലും പലിശ ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടൂ. കാലി കുരുവോ എന്താണ് അവിടെ നിന്നുള്ളത്? ആ ചുറ്റിക്ക് അവന്റെ കൊടു. നീ പോയി ഫർണിച്ചർ എടുത്ത് വെക്കാൻ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല നീ പോ. നീ ഇങ്ങോട്ട് പോകുന്നു. ഫർണിച്ചർ എടുത്ത് വെക്കാൻ ഫർണിച്ചർ തൊട്ട് പോരുത്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ ഫുള്ള് കംപ്ലീഷൻ നമുക്ക് പിന്നെ കാണിക്കാനൊക്കത്തുള്ളൂ. എന്നാലും അതിൻ്റെ പെർഫെക്ഷൻ അറിയുള്ളൂ. കണ്ടില്ലേ മുനീർക്കയുടെ ഡെഡിക്കേഷൻ. ഒറ്റയ്ക്ക് ഈ പറയുന്ന കാർപ്പറ്റ് എല്ലാം പെറുക്കിയെടുത്ത്. ഇനി ഇതെല്ലാം ഇവിടെ എല്ലാം നമ്മൾ ഹാർഡ് വുഡ് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇത് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ കണ്ടിന്യൂ. ഹാർഡ് കോർ പണിയാണ്. നമ്മൾ വിചാരിച്ച കൂട്ടല്ല. എന്തായാലും നമ്മൾ ഇന്ന് ഇതെല്ലാം മാറ്റും ഗൈസ്. ഇനിയിപ്പോൾ കുറേ ഗാർബേജ് ഉണ്ട്. അതാദ്യം കൊണ്ട് നമുക്ക് തട്ടണം. എന്നിട്ട് പിന്നെ ഇൻസ്റ്റലേഷൻ അത് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് വലിയ റോൾ ഉണ്ടെന്ന്. നമ്മുടെ പിള്ളേർ സെറ്റ് എമിൽ ബ്രോയും മുനീർക്കയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോ ആണ്. അവർ രണ്ടും കൂടെ ചെയ്തോളൂ. അതിന് മുമ്പായിട്ട് ഇവിടുന്ന് സ്കൂട്ടാകുന്നതായിരിക്കും നല്ല. അല്ലേ എല്ലാം എൻ്റെ തലയിലാകും ഗൈസ്. Minimum plus. So it's based off of weight. Oh, okay, plus minimum. Okay. No. $25 comes up to 120 kilograms of garbage. Every 5 more kilos, will add $1 is what it works out to. Okay. Okay. So did you want to drop garbage today? Yes. Yeah. And do you have what kind of garbage do you have for us? I have some carpets and a little bit of laminate wood. For sure. So yeah, I have you in the system as dropping off garbage today. You can go ahead and take care of that. We'll see you on the way out. Thank you.
അപ്പോൾ ഗൈസ് ഗാർബേജ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ മിനിമം $25. അതിപ്പോൾ നമ്മൾ 2 ട്രിപ്പ് ഉള്ളതുകൊണ്ട് പിന്നെയും വരേണ്ടി വരും ഗൈസ്. പിന്നെ ഇത്രയും ഗാർബേജ് അത് വേറെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു കിലോയ്ക്ക് എത്രയാണ്? 5 കിലോയ്ക്ക് $1. $5 കിലോയ്ക്ക് $1. രണ്ട് ഗൈസ് ഇതാണ് വിശാലമായ ചോറ്. എവിടെ നീ ഡബ് ചെയ്യത്തില്ല. വേറെ കാര്യമുണ്ട്. $25 മിനിമം. സെക്കൻഡ് വിൽ ബി ഡെഫിനറ്റ്ലി 25. ആ മിഷൻ കംപ്ലീറ്റ്. ഗുഡ് ജോബ് ഗൈസ്, ഫുള്ള് സെറ്റ്. അപ്പോൾ ഗൈസ് മുമ്പേ പറഞ്ഞ റെക്കോർഡായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു വണ്ടിക്ക് $25 ചാർജ്. ഇപ്പോൾ നമുക്കൊരു ട്രിപ്പുകളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ $25 മിനിമം ചാർജ്. പിന്നെ ആ $25 ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് പിന്നെ എന്തെങ്കിലും കൂടുതൽ ഗാർബേജ് ഉണ്ടെങ്കിൽ 5 കിലോയ്ക്ക് $1 വെച്ച്. അപ്പോൾ ഇപ്പോൾ എത്ര നമ്മൾ ചാർജ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 150 kilo. ഗൈസ് നമ്മളിപ്പോൾ ഇത് ഇട്ടിക്കൊണ്ട് വന്നേക്കുവാണ്. മുനീർക്കാണ് ഇതിൻ്റെ മെയിൻ ടെക്നീഷ്യൻ. ഇതിൻ്റെ മെയിൻ സ്കിൽഡ് ജോബെല്ലാം മുനീർക്കയാണ് ചെയ്യുന്നത്. എമിലിനെ ഞങ്ങൾ താഴെ വെച്ച് ക്ലീനപ്പിന് വിട്ടേക്ക്. മുനീർക്ക് ഇത് കട്ടിങ്ങിനുള്ള ഇത് ജോമെട്രി വരച്ച് തരും. ഞാൻ കട്ട് ചെയ്ത് കൈ കൊടുക്കും. കട്ടിങ് ആൻഡ് കാര്യങ്ങളൊക്കെ എൻ്റെ കൺട്രോളിലൂടെ പോകുന്നത്. പിന്നെ അതിനിടയ്ക്ക് നെയ്ബർ കയറി നമ്മളെ ചൊറിയാൻ വന്നു. നമ്മൾ വിടൂ, എമിൽ കയറിയൊക്കെ പറിച്ചേക്ക്. പിന്നെ എമിലിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കളികൾ നടക്കത്തില്ല കേസ്. ഒന്നാമത് നെയ്ബറിന് ഒരു ചെറിയ കലിപ്പുണ്ട്. കാരണം ഇവനിവിടെ താമസിക്കാൻ വന്നപ്പോൾ തൊട്ട് ഈ ഫുൾ ഏരിയയിലെ വീടിൻ്റെയൊക്കെ വിലകളൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുത്തനും എമിലിനെ കയറി ഒന്നും ചെയ്യാനൊന്നും നിൽക്കത്തില്ല കേസ്. പിന്നെ ഇക്കൊക്കെ അറിയാമല്ലോ, കഴിഞ്ഞിടയ്ക്ക് നമ്മളെ ഒരാൾ കയറി നമ്മളിപ്പോൾ ഉള്ള പാവങ്ങൾക്ക് ബുർജ് ഖലീഫയ്ക്കകത്ത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ ഒക്കത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു ഒരാഴ്ച എമിലിനെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ അത് ബുർജ് ഖലീഫ ഹോംലെസിൻ്റെ ഷെൽട്ടറായിട്ട് മാറും. നല്ലോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എത്ര നാളായി കൺസ്ട്രക്ഷൻ ഫീൽഡിലായിട്ട് എത്ര? ഞാനോ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊന്നും ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കും വർക്ക് ചെയ്തു. ഇത് ഫ്ലോറിംഗ് ആയിരുന്നു ആദ്യം തുടങ്ങി വെച്ചത്. ഫ്ലോറിംഗ് യൂട്യൂബിൽ പഠിക്കുന്നില്ല, യൂട്യൂബ് കണ്ടുപിടിച്ചത് ഗൈസ്. യൂട്യൂബിൽ കണ്ടുപിടിച്ചത് ഈ മനുഷ്യൻ. ഈ ഒരു വീട് മൊത്തം ചെയ്യാമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ഓരോ മനുഷ്യരൊക്കെ വർഷങ്ങൾ ഓരോരുത്തരോട് നിന്ന് സ്കൂളിൽ പോയി പഠിച്ച് പിന്നെ പണിക്ക് ഓരോരുത്തരോട് നിന്ന് പഠിക്കുക. ഈ മനുഷ്യൻ വെറും യൂട്യൂബിൽ കണ്ട് പഠിച്ചത്, അതും വെറും 2 മണിക്കൂർ വീഡിയോ. സമ്മതിക്കണ്ടേ ഗൈസ്? ഇതൊക്കെയല്ലേ സ്കില്ലെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പണിക്കും പോവാതെ ചുമ്മാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല യൂട്യൂബേഴ്സിന് നെഗറ്റീവ് അടിച്ചുകൊണ്ട് നടക്കുന്ന നെഗറ്റീവ് വോളികളൊക്കെ വേറെ എന്തോ പറയണ്ടേ ഗൈസ്? ഈ മനുഷ്യനൊന്ന് കണ്ടുപിടിക്കും, യൂട്യൂബ് കണ്ട് പഠിച്ചത്. സമ്മതിക്കണ്ടേ ഗൈസ്? ഇങ്ങനെയാണ് നമ്മൾ ലാമിനേറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ മുനിയൊക്കെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കൊണ്ട് വെച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കില്ലാണ് ഗൈസ്. കട്ട് ചെയ്ത് കയ്യിലോട്ട് ഇടുന്നത് കറക്റ്റ് അളവിനുള്ള കട്ടിങ്, അതാണ് നമ്മുടെ കണക്ക്. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതാണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും, പോയി പറയടാ. ഭൂലോകം പഴയ 90s സൗണ്ട് ഇടാ. 90s കിഡ്സ് അല്ലേ? മുനിയൊക്കെ 2000 അല്ലേ? ആ പിടിച്ചു സെറ്റ്. ആ അവിടെ ഓക്കെ. ഇരുത്തട്ടെ. എനിക്ക് തന്ന സ്കില്ല് വളരെ വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേസ്. ആവശ്യമില്ലാത്ത ആണിയെല്ലാം പറിച്ചെടുക്കുക എന്നുള്ളത്.
ഇത്രയും വൃത്തിയായിട്ടൊരു വർക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ലെന്ന് മുനീർക്ക പറഞ്ഞു. മുനീർക്കെ പോലെ വലിയ മനുഷ്യരിൽ നിന്ന് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ അഭിമാനം കൊള്ളുന്നു ഗൈസ്. മുനീർക്ക എങ്ങനെയുണ്ട് എൻ്റെ വർക്ക്? അടിപൊളിയോ. താങ്ക് യു ഗൈസ്. ഗൈസ് അബൂസ് കിച്ചൺ, അബൂസ് കിച്ചന്റെ ബോസാണ് ഈ നിൽക്കുന്നത്. ഇഷാമക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിലൊരു അവസാന വാക്ക്. നമ്മുടെ മുനീർക്കയുടെ ഒക്കെ ബോസ് എന്ന് വേണേൽ പറയാം. റിഷാദ് ബ്രോ, ഞങ്ങൾ റിഷാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം മുനീർക്ക വീണ്ടും മുനീർ. ഗൈസ് അങ്ങനെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ തിരിച്ചിങ്ങ് വന്നു. ഇന്നിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. ഇച്ചിരി ലൈക്ക് എന്താ അവിടെ ഫുള്ളി ഇച്ചിരി കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തം ഒന്നും തീർക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഇനി ഒരു 2-3 ദിവസത്തെ പണിയും കൂടെ ഉണ്ട്. ഏതായാലും ഇനിയും നമ്മളങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. ആ പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഹാർഡ് കോർ പണിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ